ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ചെയ്തത് വീട്ടിൽ വെച്ചിട്ടല്ലേ വീട്, അതും കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്രയും സ്പെഷ്യലാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത് അല്ലേ. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ നമ്മുടെ ആവക്കുട്ടിയുടെ തല മൊട്ടയടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുറേ നാളായിട്ടുള്ള ഞങ്ങളുടെ പ്ലാനാണ്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ, ഭയങ്കര സങ്കടമാണ് അവളുടെ മുടി പോകുന്നത്. മുടി പോയി കഴിയുമ്പോൾ അധികം മുടിയില്ലായിരുന്നു, പിന്നെ ഇപ്പോഴാണ് ഇച്ചിരി മുടി ആയി വരുന്നത്. ആദ്യം ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഇത് നല്ല മുടി വരാൻ വേണ്ടി നമ്മളിത് കളഞ്ഞേക്കാണെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി, അന്നേരപ്പോഴാണ് നമ്മൾ ഫ്രണ്ടിന്റെ കല്യാണം വന്നപ്പോൾ നമ്മൾ ഓർത്തു അതിന് കൊണ്ടുപോകുന്നത് ഈ മുട്ട അടിച്ചിട്ട് പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആളുടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേനാണ് അവിടെ പോയിട്ട് പറഞ്ഞിട്ടാണ് പനി പിടിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് പനിയും ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് നല്ല രീതിയിലായിരുന്നു. കുറെ ഒരു 2-3 ആഴ്ച അങ്ങനെ പോയി. പിന്നെ ഇത് ഇപ്പം കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. എത്രത്തോളം സഹകരിക്കും നമുക്കറിയത്തില്ല. കാരണം അവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ തന്നെ വഴക്കുണ്ടാകും. കാരണം നമ്മൾ ആരെങ്കിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അവള് നിൽക്കുവേ. പക്ഷെ അവള് മൂന്നാമതൊരാളെ കണ്ടു കഴിയുമ്പോൾ അവളുടെ ദേഹത്ത് തലയിലൊക്കെ തൊടുമ്പോൾ അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടറാണെന്നൊന്നും അറിയണ്ട, മുഖം കാണുമ്പോഴേ കാറാൻ തുടങ്ങും. ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് എത്രത്തോളം അറിയത്തില്ല, നമ്മള് ശ്രമിക്കുക. അതെ, നോക്കാം. എല്ലാവരും പറയുമല്ലോ നല്ല മുടി വരുമെന്നൊക്കെയാണ് പറയുക. എൻ്റെയൊക്കെ തലമുടി കുഞ്ഞിലെ മുട്ടയടിച്ചാണ് കേട്ടോ. അപ്പം നല്ല മുടി വരും എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് ഇപ്പം അവളുടെ മുടി അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ കേട്ടോ, കംപ്ലീറ്റ് തല നിറച്ച് മുടി ഇല്ല അല്ലേ. ഉള്ള മുടിക്ക് കുറച്ച് നീളമുണ്ട്. ഉണ്ടായപ്പോൾ ഒന്നുമില്ലായിരുന്നു കേട്ടോ. മുടി എന്ന് പറഞ്ഞ സാധനം മുടി പുരിതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് വഴി വെട്ടി കണ്ടുപിടിക്കണം എന്നൊക്കെ ഞങ്ങൾ പറയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് വിചാരിച്ചു ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇപ്പം വയ്യഴുകിയൊക്കെ മാറി. അപ്പം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇവള് സഹകരിക്കില്ലെന്ന് പറഞ്ഞില്ല. ഒരു 99.9% ഇവള് സഹകരിക്കാൻ സാധ്യതയില്ല. പരാജയപ്പെട്ട് ആവക്കുട്ടി വിജയിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അതെ, ഓക്കെ. ഞങ്ങളോട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ കുട്ടിയുടെ തലമുടിയും മടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ അവൾ ഭയങ്കര കൂളായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവൾ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലായി കഴിയുമ്പോൾ ടെറർ ആവാനുള്ള ഒരു പരിപാടിയാണെന്നാണ് തോന്നുന്നത്. കാരണം അവളിങ്ങനെ മൂന്നാമതൊരാളുടെ അടുത്ത് അടങ്ങിയിരിക്കില്ല. അപ്പോൾ അതെന്താണ് അവളുടെ ഉള്ളിലിരിപ്പ് എന്നറിയത്തില്ല. ഇപ്പം കരയോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയാനിടയിൽ ഞാൻ പറഞ്ഞു, മുടി വെട്ടിയിട്ടൊന്നും അവൾ കരയുന്നില്ലല്ലോ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ദേ ഭാവം മാറി, കരയാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അവൾ ഭയങ്കര കരച്ചിൽ പ്രശ്നമായിരുന്നു കേട്ടോ. മുടിയൊന്നും ചെയ്യാനായിട്ട് അവൾ സമ്മതിക്കുന്നില്ലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം പിന്നെ കുറേ ഉറക്കി എണീപ്പിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തത്. കുറേ സമയമെടുത്തു. നമ്മൾ ഉച്ചയായപ്പോൾ പോയി നമ്മൾ ഏകദേശം ഇവളുടെ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും കുഴപ്പമില്ലാതെ നമ്മൾ ചെയ്തു. വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം നമ്മൾ 3:30 പോയത്. ഇതാണ് കേട്ടോ നമ്മുടെ മുട്ട ഇവിടെ റെഡിയാണ്. അതെ, നമ്മൾ 3:30 പോയിട്ട് തിരിച്ചു വന്നത് 6:30. അപ്പം ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കട ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ മുട്ട അടിക്കാൻ ചിലപ്പോൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളും ആദ്യം ചെയ്തു, നമുക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രിം ചെയ്ത് തരാനുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അത് 5 മിനിറ്റ് കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അരമണിക്കൂർ താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ സമ്മതിക്കും. അവർക്കൊരു പേടിയായിരുന്നു, അവർ സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ല. അത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കുമല്ലോ. അപ്പം നമ്മളത് വേറെ കടയിൽ പോയതിന് ഞാൻ സ്ഥിരം മുടി വെട്ടിക്കാൻ വേണ്ടി പോകുന്ന പറയാട്ടോ. അപ്പോൾ അവിടെ നിന്നപ്പം ഞാൻ വെട്ടിക്കുന്ന ആ ചേട്ടൻ വീട്ടിലോട്ട് പോയതായിരുന്നു. പക്ഷെ അത് വേറെ ചേട്ടനുണ്ടായിരുന്നു. അവിടെ ഇങ്ങനത്തെ പഠിച്ചു കളയാന്ന് പറഞ്ഞു, മുട്ട അടിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ വരാൻ പറഞ്ഞു. വന്നിട്ട് ഇവളെ ആദ്യം മുട്ട അടിക്കുമ്പോൾ മുടി വെട്ടണമല്ലോ. അപ്പോൾ മുടി വെട്ടിക്കളഞ്ഞപ്പോഴത്തേനും ആദ്യം കുഴപ്പമില്ല, 2 വെട്ട് വെട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഡ്രിം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിച്ചു കളയാൻ പറ്റും, അപ്പോൾ നോക്കാൻ പറഞ്ഞു. ഡ്രിം ചെയ്യുന്നതിനും നല്ല കരച്ചിലായിരുന്നു. പക്ഷെ ഇവളുടെ തലയിൽ ചെയ്യുന്നതിന് നല്ല കരച്ചില്,
ആളെ കണ്ട് നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇവള് സമ്മതിക്കാതിരുന്നൊന്നുമില്ല, കൈയെടുത്ത് ഇങ്ങനെ വെക്കുവോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആ കരച്ചിൽ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മുടി വെട്ടി അതിന് പഠിക്കാൻ തുടങ്ങിയപ്പോഴും സമയമുള്ള ബ്ലേഡല്ലേ, അതിന് അവർ പറഞ്ഞു ഉറക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉറക്കിയിട്ട് ഞങ്ങൾ കുറേ ശ്രമിച്ചു. ഉറക്കി കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് ഞങ്ങളിങ്ങനെ തോളക്കടുത്ത് വെട്ടാൻ തുടങ്ങും എഴുന്നേക്കും, ഉറക്കും വെട്ടാൻ തുടങ്ങും എഴുന്നേക്കും. പിന്നെ അവസാനം അവര് ആ ചേട്ടൻ അത് പറയാതിരിക്കാൻ പറ്റില്ല, അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കാരണം എത്ര സമയം എടുത്താലും അവര് പറഞ്ഞു ഇനി വേണേ കൊണ്ടുവന്നാൽ മതി, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് ഒരു സൈഡേ പഠിച്ചുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മേടിച്ചു വെച്ചാൽ ഈ മറ്റേ ബാർബർ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന സൈസ് ബ്ലേഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പഠിക്കുന്നത് അവർക്ക് അറിയാൻ പറ്റും. ആ സാധനം വെച്ച് എന്താണെങ്കിലും രാത്രി ഉറങ്ങി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഇത് മറ്റേ അതിന്റെ ഏതാണ് അതിവ കൊണ്ടായത് ഇത്തിരി താമസം എനിക്ക് പറ്റുന്നില്ലല്ലോ അതുണ്ടായത് ഇത്തിരി താമസമായിരുന്നു, അതുകൊണ്ട് അവർക്ക് ഇതുവരെ അത് പോയിട്ടില്ല. പക്ഷെ മുട്ടയടിക്കാനുള്ള സമയമൊക്കെ കറക്റ്റ് ആയി എന്ന് അവർ പറഞ്ഞിട്ടോ. 1 വയസ്സ് 3 മാസം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ടയടിക്കാനുള്ള സമയമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ, പിള്ളവളത്തിൽ. അത് കുറച്ച് കഴിയുമ്പോൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ നമ്മുടെ ബാക്ക് സൈഡൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തതാണെങ്കിൽ നന്നായി. ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ ഉറക്കി നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ബാക്കി ചെയ്തോട്ടോ കുഞ്ഞു പിള്ളേരുടെ. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരു പേടിയാണ്. പക്ഷെ എന്തായാലും ഒരു തട്ടലും പുറലൊന്നും ഇല്ലാണ്ട് നമ്മൾ അടിപൊളി ബ്ലേഡിൽ ഇങ്ങനെ തൂത്തതാണ്. ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ ചോര. അപ്പം ഞാൻ പേടിച്ചു പോയി. കാരണം അത് പിന്നെ ഭയങ്കര കെയർ ചെയ്ത് ചെയ്തത് നമുക്ക് അറിയത്തില്ല. കാരണം ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ നിസ്സാര സമയം മതി. അവിടെ വെച്ചാണ് ഇവിടെ രാത്രി ഉറങ്ങിയാൽ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ അത്രയും എക്സ്പീരിയൻസ് അല്ലല്ലോ ഈ സംഭവം. നമുക്ക് പേടിയല്ലേ മുറിയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മള് കുഞ്ഞു മുട്ട റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര വൃത്തികേടായിരിക്കും കാണാനൊക്കെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞിന്റെ തലമുടി എന്ത് തലമുടി ഔട്ട് മുടി എന്റെ അമ്മയുടെ മുടി അല്ലടി കുഞ്ഞ്. ആവട്ടെ കുഞ്ഞുമുട്ട എന്ത് ചെയ്യും തല തൊട്ട് കാണിക്കൂട്ടോ. മുട്ട എന്ത് ചെയ്യും അയ്യോ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ എന്റെ തല എന്റെ കർത്താവ് ഈ പെണ്ണ് ഞാൻ എന്തിന് തലയിരിക്കുന്ന. സന്തോഷമായോ? അയ്യോ 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 സന്തോഷം ആവട്ടെ. കുഞ്ഞുമുട്ട എന്ത് ചെയ്യും? കുഞ്ഞുമുട്ട ഏതാ കൊച്ചിന്റെ മുട്ട എന്ത് ചെയ്യും? മുട്ടത്തല തല തൊട്ട് കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ മുട്ട അടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ ടെൻഷൻ പിടിക്കുന്നത് ഫോണ് കൈ ഒത്തിരി നേരം ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പ്രഷർ ഇതൊന്നും വെട്ടിക്കണ്ട. അത് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന സമയത്ത് എപ്പോഴും എപ്പോൾ വെട്ടിക്കേണ്ടി വന്നാലും പിന്നെ അങ്ങനെ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതൊരു പേടി ചിഹ്നമായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടന്മാർ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഇവിടെ ഉറക്കും, അവർ വരും ഉറക്കും. അവരോട് ലാസ്റ്റ് ഒരു ഫോണൊക്കെ വല്ലടിക്കുമ്പോൾ അവർ തന്നെ ഓഫാക്കി വെച്ചൊക്കെ കേട്ടോ. സത്യം നമ്മൾ ചെയ്തത് തന്നെ അവർ ചെയ്തു. പിന്നെ 2 വേറെ പിള്ളേരുണ്ട്, പയ്യന്മാരുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പാട്ടൊക്കെ വെച്ച് പതുക്കെ വെക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞു പിള്ളേരുടെയൊക്കെ മുടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് ഇത്. കാരണം ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ ചെയ്തൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ടാണ്. കാരണം നമ്മൾ ആദ്യത്തെ പോയ കടയിലാണെങ്കിൽ ആദ്യത്തെ കടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോപ്പ് ആക്കി വിട്ടാൽ നിർത്തിയാണ്. അതുപോലെയാണ്. കാരണം ഇങ്ങനത്തെ അതാണ്. പിന്നെ വേറെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് പറ്റത്തുള്ളൂ. കാരണം അറിയാലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. നമ്മളെപ്പോലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. കാരണം അനങ്ങാതിരുന്നോളും. മുടി വെട്ടി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. മുട്ട അടിക്കാനാണെങ്കിലും അങ്ങനത്തെ പ്രശ്നം കാണിച്ചായിരുന്നു. കൈയെടുത്ത് മാറ്റുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ കാണുമ്പോൾ ഉള്ളൊരു പേടിയായിരുന്നു. എന്നാലും അടിപൊളിയായിട്ട് ചെയ്തതുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതല്ലേ പിന്നെ വേറെ ഇനി സർപ്രൈസ് വീഡിയോ കേട്ടോ. അതെന്തായാലും കുറേ നമുക്ക് ബാക്കി.